ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് വന്നിട്ടുള്ളത് പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നമ്മളെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു അടിപൊളി പുഡിങ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടില്ലേ. ഒരു വ്യത്യസ്തമായ രീതിയിലാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടവും, എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഐറ്റം കൂടെയാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്ന നല്ലൊരു ഐറ്റം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കോക്കനട്ട് പുഡിങ് നമ്മൾ റെഡിയാക്കി എടുക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് തേങ്ങ വെച്ചിട്ട് നമ്മളൊരു അടിപൊളി പുഡിങ്ങാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു മുറി തേങ്ങ നമ്മൾ ചെരുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള വാനില എസൻസ് വേണം. അരക്കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര. ഇത്ര ഐറ്റംസാണ് നമ്മൾ ഈ ഒരു പുഡിങ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചു കൊണ്ടുവരാം. നമുക്ക് ഇതിൻ്റെ ഒരു തേങ്ങാപ്പാലാണ് ആവശ്യം. ഇത് നമ്മളൊന്ന് അടിച്ചു കൊണ്ടുവരാം. നിങ്ങൾക്ക് തേങ്ങാപ്പാലില്ല എന്നുണ്ടെങ്കിൽ പശുവും പാലായാലും എടുക്കാം കേട്ടോ. പിന്നെ നമ്മളിത് മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് അടിച്ചു കൊണ്ടുവരാം. ഇതിലേക്ക് നമ്മൾ കണ്ടില്ലേ, ഒരു കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചെടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ ഒരു കപ്പ് വെള്ളം. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് അരിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇതാ തേങ്ങ നമ്മൾ പാലടിച്ച് നല്ലപോലെ അരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ മാറ്റിയെടുത്ത നമ്മുടെ ഈ ഒരു കോൺഫ്ലവർ ചേർത്ത് കൊടുക്കും. ഇനി ഇതിലേക്ക് നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, ഞാനിപ്പോൾ ഇതേപോലെ ഒരു തവി പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ കട്ടകളില്ലാതെ നമുക്കൊന്ന് കലക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ഡ്രോപ്പ് വാനില എസൻസ് കൊടുക്കാം. നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട. നമുക്ക് ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ഫ്ലേവർ തന്നെ ആക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കേട്ടോ. നമുക്കിതിൽ സെപ്പറേറ്റ് ആയിട്ട് ഏലക്കാപ്പൊടിയും അതേപോലെ നമ്മുടെ വാനില എസൻസ് ഒന്നും ചേർക്കണമെന്നില്ല. ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റ് ആണ് നമ്മുടെ ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ ഈ ഒരു കൂട്ട്. ഞാനിതാ ഇവിടെ വളരെ കുറച്ച് ഒരു ഡ്രോപ്പ് നമ്മൾ കൊടുത്താൽ മതി. കളർ ചേഞ്ച് ആവാത്ത രീതിയിൽ കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ട് കൈ വിടാതെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കോൺഫ്ലവർ ചേർത്തിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് തിക്കായിട്ട് വരും. കൈ വിടാതെ നമ്മളൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ പുഡിങ് റെഡിയാക്കി എടുക്കുന്ന ആ ഒരു ബൗൾ നല്ലപോലെ ഒന്ന് എണ്ണയോ നെയ്യോ ഒന്ന് ഗ്രേസ് ചെയ്ത് വെക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചെറിയ 2 ബൗളിലാണ് നമ്മൾ ഈ ഒരു ഐറ്റം സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ പുഡിങ്ങിൻ്റെ ആ ഒരു മിക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ കൈ വിടാതെ തന്നെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് പശുവും പാലിലും റെഡിയാക്കി എടുക്കാം കേട്ടോ. തേങ്ങാപ്പാൽ വേണമെന്നില്ല. തേങ്ങാപ്പാലാവുമ്പോൾ ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ മാത്രം താല്പര്യമുള്ളവർക്ക് തേങ്ങാപ്പാലിലും ചെയ്തെടുക്കാം കേട്ടോ. എസൻസ് ഒന്നും ചേർക്കാതെ ചെയ്തെടുക്കാം. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ടൈറ്റ് ആവാൻ, ഒന്നും കൂടി തിക്കാവട്ടെ. അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ 2 ചെറിയ ബൗളിലേക്കാണ് നമ്മളിതൊന്ന് സെറ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ഒരല്പം എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്നുകൊണ്ട് വിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ നമുക്കിതിലേക്ക് അങ്ങ് കോരി ഒഴിച്ചു കൊടുക്കാം.
നമ്മൾ ഇതേപോലൊരു ബൗളിലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ, നമുക്ക് അടുത്തതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ഒരല്പം തേങ്ങ ഒന്ന് വറുത്തെടുക്കാനായിട്ടുണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. പിന്നെ ഞാനിതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു മുറി തേങ്ങ ചെരുവി എടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നല്ല ബ്രൗൺ കളർ വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നല്ല പോലെ ഒന്ന് ഒരു ഗോൾഡൻ കളറായി കിട്ടണം കേട്ടോ, കരിയാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് സാവകാശം നമ്മളിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു തേങ്ങ നല്ല പോലെ ഇങ്ങനെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കണ്ട. നമ്മുടെ ഈ ഒരു തേങ്ങ നമ്മൾ വറുത്തെടുത്തിട്ടുള്ള ആ ഒരു ഫ്ലേവർ തന്നെ താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ മധുരത്തിനാവശ്യമായിട്ടുള്ള ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒത്തിരി വേണ്ട, നമ്മൾ പുഡിങ്ങിൽ ആവശ്യത്തിലേറെ പഞ്ചസാര നമ്മൾ ചേർത്തെടുത്തിട്ടുണ്ട്. നമുക്കിത് വളരെ കുറച്ച് മതി, ഇത്രയും മതി. ഞാൻ ഫ്ലെയിം നല്ലപോലെ ഓഫാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു ചെറിയ ചൂടിൽ കിടന്നിട്ട് വേണം നമ്മുടെ ഈ ഒരു പഞ്ചസാര ഒന്ന് മെൽറ്റായി നമ്മുടെ ഈ ഒരു തേങ്ങയിലേക്കൊന്ന് പിടിച്ച് കിട്ടാനായിട്ട്. നമ്മൾ സ്റ്റൗ ഓൺ ആക്കിയ സമയത്ത് നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പഞ്ചസാര അങ്ങോട്ട് കാരമലായിട്ട് നമ്മുടെ തേങ്ങക്കൊരു കയ്പ്പ് രസം വരും. അപ്പോൾ അത് വരാതെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം തേങ്ങ നല്ല പോലെ റെഡി ആയതിന് ശേഷം നമ്മൾ പഞ്ചസാര ചേർത്തെടുത്താലും മതിയാവും. മതി. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. നമ്മുടെ തേങ്ങ നല്ല പോലെ ഒന്ന് തണുത്ത് വരട്ടെ. അതിനോടൊപ്പം തന്നെ നമ്മൾ റെഡിയാക്കി എടുത്ത നമ്മുടെ പാലിൻ്റെ ആ ഒരു മിക്സും റെഡിയായി കിട്ടണം. ഇതിന് ശേഷം നമുക്കിത് എങ്ങനെയാണിത് സെറ്റ് ചെയ്തെടുക്കണമെന്ന് കണ്ടു നോക്കാം. അപ്പം നമ്മളെ പുഡിങ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഞാനിതേപോലെ ഒരു ബ്ലാക്ക് ട്രേയിലേക്ക് നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് നമ്മുടെ ലേക്കങ്ങ് വെച്ച് കൊടുക്കും. ഇതേപോലെ തന്നെ ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്ത നമ്മുടെ ആ ഒരു തേങ്ങയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, നമുക്കിതേപോലെ ഈ സൈഡിലോട്ട് അങ്ങനെ വെച്ച് കൊടുക്കാം. കുറച്ച് പരത്തി നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു കോക്കനട്ട് പുഡിങ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലൊക്കെ ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാലോ നമുക്കൊരു പാർട്ടിയിലൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കോക്കനട്ട് പുഡിങ്ങാണിത്. അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.